Good morning, students. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കമ്പ്യൂട്ടേഴ്സ് പല പല സെക്ടറുകളിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കമ്പ്യൂട്ടർ എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തപ്പെട്ടത്, എന്തൊക്കെ ഡിവൈസസ് കഴിഞ്ഞാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എത്തപ്പെട്ടത് എന്നുള്ളതാണ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ പിക്ചർ നിങ്ങൾക്ക് സൈഡിൽ കാണാം, അത് ചെക്ക്ഔട്ട് ചെയ്യാം. ഇനി ബേസിക്കലി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് മാത്രമാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ജനറേഷൻസ്. The term computer was first used in 1613, the year 1613, to refer to a person who performed calculations or computations, and it was used in that sense until the middle of the 20th century. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിനെ ആ കാലഘട്ടത്തിൽ, അതായത് 1613 എന്ന് പറയുന്ന ഇയറിലാണ് കമ്പ്യൂട്ടറിനെ ഇവർ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിനെ എല്ലാവരും ഒരു മനുഷ്യനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കണക്കാക്കിയിരുന്നത്. ഒരു കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന, കണക്കുകളും കമ്പ്യൂട്ടേഷൻസും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ 20ാമത്തെ സെഞ്ചുറി വരെയും കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷൻ ഒരു മനുഷ്യനായിട്ട് തന്നെയായിരുന്നു. ഒരു മനുഷ്യൻ ഇതൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യന് എന്തൊക്കെയുണ്ട്, അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ടയേർഡ്നെസ് വരാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം കമ്പ്യൂട്ടറിന് വരും എന്നുള്ളതായിരുന്നു ആൾക്കാരുടെ നിഗമനം. It took hundreds of years for computers to evolve to their present form as a computer device. അപ്പോൾ ഒരു 100 വർഷം എടുക്കേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സിന് ഈ ശരിക്കുള്ള ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് മാറാൻ ഒരു 100 വർഷമൊക്കെ അവർക്ക് എടുക്കേണ്ടി വന്നു. ടുഡേ വാട്ട് വി സീ ആസ് എ കമ്പ്യൂട്ടർ ഇസ് ഇൻ ക്വൈറ്റ് എ ഡിഫറെന്റ് ഷേപ്പ് ഫ്രം ഇറ്റ്സ് ഒറിജിൻ. പണ്ട് കാലത്തെ കമ്പ്യൂട്ടറിന്റെ ഷേപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, അവരുടെ ഷേപ്പിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. The history of the computers begins with the birth of abacus, which is believed to be the first computer. അപ്പോൾ ഈ കമ്പ്യൂട്ടേഴ്സിന്റെ ഹിസ്റ്ററി ബിഗിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് അബാക്കസ് എന്ന് പറയുന്ന ഒരു ഡിവൈസിന്റെ ഒറിജിനോട് കൂടിയായിരുന്നു, അല്ലെങ്കിൽ ബർത്തോട് കൂടിയായിരുന്നു, അല്ലെങ്കിൽ ജനനത്തോട് കൂടിയായിരുന്നു എന്ന് നമുക്ക് പറയാം. അബാക്കസിനെയാണ് നമ്മൾ ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് കണക്കാക്കപ്പെടുന്നത്. ജോൺ നേപ്പിയർ ഇൻവെന്റഡ് നേപ്പിയർ ബോൺസ്, which was a significant contribution to the development of computing device. അപ്പോൾ അതിനുശേഷം ജോൺ നേപ്പിയർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് നേപ്പിയർ ബോൺസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് കണ്ടുപിടിച്ചെടുത്തു. അത് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. എന്തായിരുന്നു സിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞാൽ? കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. എന്തിലേക്കുള്ള? കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്, കമ്പ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസിലേക്കുള്ള വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു എന്ത് നേപ്പിയർ ബോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നേപ്പിയർ ബോൺസ് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് മനുഷ്യൻ തന്നെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യണം. അത് കൂടുതലും നമുക്ക് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നേപ്പിയർ ബോൺസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് ഓൾസോ യൂസ്ഡ് ദ ഡെസിമൽ പോയിന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ആ സമയത്ത് ഈ നേപ്പിയർ ബോൺസ് വെച്ചിട്ട് നമുക്ക് ഡെസിമൽ പോയിന്റ് വരെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതാണ് സാരം. ഇനി ബ്ലെയ്സ് പാസ്കൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അടുത്ത ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരുന്നത്. ബ്ലെയ്സ് പാസ്കൽ ഇൻവെന്റഡ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കാൽക്കുലേറ്റർ. അപ്പോൾ ബ്ലെയ്സ് പാസ്കൽ ആണ് എന്ത് ചെയ്തത്? ആദ്യത്തെ കൊമേഴ്ഷ്യൽ കാൽക്കുലേറ്റർ, അതായത് വാണിജ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിവൈസായ കാൽക്കുലേറ്ററിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഫോട്ടോസ് കേട്ടോ, ബ്ലെയ്സ് പാസ്കലിന്റെ ഒക്കെ ഫോട്ടോസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അതൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക കേട്ടോ. എ ഹാൻഡ് പവേർഡ് machine, adding machine in 1946. ENIAC, electronic numerical integrated on computer based on John von Neumann model. അപ്പോൾ അതിനുശേഷം, അതായത് ബ്ലെയ്സ് പാസ്കൽ നമ്മൾ ആദ്യത്തെ കാൽക്കുലേറ്റർ ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം 1946 1946 ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മോഡൽ അനുസരിച്ച്, അയാളുടെ എയിം അല്ലെങ്കിൽ ബിലീഫ്സ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഒരു പർട്ടിക്കുലർ ഡിവൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ പേരാണ് ഇനിയാക്. ഇനിയാക്കിന്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. Charles Babbage gave the basic structure of computer for the first time and is known as the father of computers. അപ്പോൾ ഈ ചാൾസ് ബാബേജ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത്? കമ്പ്യൂട്ടറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവം തന്നത്. ഇങ്ങനെ ഇരിക്കണം കമ്പ്യൂട്ടർ,
ഒരു സ്ക്വയർ ഷേപ്പിലിരിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ആ സ്ട്രക്ചർ തന്നത് അദ്ദേഹമാണ്. അതിൻ്റെ അകത്ത് ഇന്ന ഡിവൈസുകൾ വേണം, ഇന്ന കീസ് വേണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തത്, ആ സ്ട്രക്ചർ പറഞ്ഞത് ചാൾസ് ബാബേജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ എന്തായി കണക്കാക്കുന്നു? കമ്പ്യൂട്ടേഴ്സിന്റെ പിതാവ്, ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് കണക്കാക്കുന്നു. IBM 701 was the first commercially successful computer. ഏറ്റവും ആദ്യത്തെ കൊമേഴ്ഷ്യലി, അതായത് വാണിജ്യപരമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ പേരാണ് IBM 701 എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയിട്ടാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടേം വന്നത് 1613 പറയുന്നു. അതിനെ ഒരു മനുഷ്യനായിട്ടാണ് കണക്കാക്കിയെന്ന് പറഞ്ഞു. കാൽക്കുലേഷൻസും കമ്പ്യൂട്ടേഷൻസും ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മനുഷ്യപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കമ്പ്യൂട്ടേഴ്സിനുണ്ട് എന്നവർ കണക്കൂട്ടി ആ കാലഘട്ടങ്ങളിലൊക്കെ. ഒരു 20ാമത്തെ സെഞ്ചുറി വരെ ഇത് തന്നെയായിരുന്നു അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന കഥ. അതിനുശേഷം ഈ സംഭവങ്ങളൊക്കെ അങ്ങ് മാറി, ഈ ഒരു ഇങ്ങനെയല്ല, മനുഷ്യനെ പോലെ അല്ല എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ മാറി വരുന്നു. ഏതാണ്ട് ഒരു 100 വർഷം എടുത്തു അതിൽ നിന്ന് നമ്മളെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സിലേക്ക് അവർ മാറി വരാനായിട്ട്. പഴയ കാലത്തുള്ള സൈസോ ഷേപ്പോ ഒന്നുമല്ല ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സിന്റെ സൈസും ഷേപ്പും എന്നൊക്കെ പറയുന്നത്. ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ വരാൻ സഹായിച്ചത് അബാക്കസ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. അപ്പോൾ അതായിരുന്നു ആ കാലഘട്ടത്തിൽ ആദ്യത്തെ കമ്പ്യൂട്ടറായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത്. അതിനുശേഷം ജോൺ നെയ്പിയർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ച നെയ്പിയർ ബോൺസ് ആയിരുന്നു അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത്. അതും ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ മൾട്ടിപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഡിവിഷനും ചെയ്യാനും പോയിന്റ് വൈസ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിലും ഡെസിമൽ പോയിന്റ് വൈസ് റിസൾട്ട് കിട്ടുന്ന രീതിയിലും ആദ്യം നമ്മളെ ഹെൽപ്പ് ചെയ്തു. നേപ്പിയർ ബോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം ബ്ലേസ് പാസ്കൽ വരുന്നു. അദ്ദേഹം ആദ്യത്തെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ, വാണിജ്യപരമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൽക്കുലേറ്റർ നിർമ്മിക്കുന്നു. അതിനുശേഷം 1946 ഇനിയാക്ക് കയറി വരികയാണ്. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റഡ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ജോൺ വോൺ ന്യൂമാന്റെ മോഡലായിരുന്നു. അദ്ദേഹമാണ് അതിൻ്റെ ആ മോഡൽ സ്ട്രക്ചർ കൊടുക്കുന്നത്. അപ്പോൾ ചാൾസ് ബാബേജ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം സ്ട്രക്ചർ ഒരു ഇത് കൊടുത്തത്, കമ്പ്യൂട്ടറിന്റെ സ്ട്രക്ചർ അദ്ദേഹം കൊടുത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നമ്മുടെ പിതാവായിട്ട്, കമ്പ്യൂട്ടറിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ IBM 701 എന്ന് പറയുന്ന ഡിവൈസിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ആദ്യത്തെ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറായിട്ട് കണക്കാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ വരുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് നമ്മൾ കടക്കുന്നത് കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് ഒരു ജനറേഷൻ അല്ലെ? നമുക്ക് നോക്കാം. ജനറേഷൻ as a stage of development in which a product is at എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ആ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആ സ്റ്റേജ് ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനറേഷൻ. ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ സ്റ്റേജ്, അത് ഏത് വർഷം, ഏത് കാലഘട്ടം, എങ്ങനെയൊക്കെ ആയിരുന്നു, അതിനെയാണ് നമ്മൾ ജനറേഷൻസ് എന്ന് പറയുന്നത്. This term is also used to describe various advances in computer technology. ഒരു കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ വന്ന പല അഡ്വാൻസ്മെന്റ്സ്, അതായത് പുരോഗമനങ്ങൾ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഈ ജനറേഷൻസിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതിനെ അവിടെ എഴുതി പറയാനായിട്ട് സാധിക്കും. ഈ ജനറേഷൻ സർക്യൂട്ടറി ഹാസ് ബിക്കം സ്മോളർ ആൻഡ് മോർ അഡ്വാൻസ് ദാൻ ദി ജനറേഷൻ ബിഫോർ ഇറ്റ്. അപ്പോൾ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും സർക്യൂട്ട്, അതായത് കമ്പ്യൂട്ടറിന്റെ സൈസ് ആവട്ടെ, ആ കമ്പ്യൂട്ടറിനെ നിർമ്മിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസിന്റെ സൈസുകളാവട്ടെ, അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് ആവട്ടെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഹയർ ഇതിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്റ്റിന്റെ സൈസ് കുറയുകയെ അതിന്റെ ഉൽപാദന ശേഷി കൂടുകയാണ് ഓരോ ജനറേഷനിലും ചെയ്തുകൊണ്ടിരുന്നത്. കമ്പ്യൂട്ടർ സ്പീഡ്, പവർ ആൻഡ് മെമ്മറി ഹാവ് ഇൻക്രീസ്ഡ് പ്രൊപ്പോർഷണലി ആസ് എ റിസൾട്ട് ഓഫ് മിനിയേച്ചറൈസേഷൻ. അപ്പോൾ മറ്റേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിന്റെ സൈസ് കുറയുന്തോറും സ്പീഡും പവറും അതുപോലെ തന്നെ മെമ്മറിയും ഇതെല്ലാം ഒരേ സമയം കൂടിക്കൊണ്ടിരുന്നു. There are always new discoveries being made that affect how we live, work and play. അപ്പോൾ ഇത് കണക്ക് തന്നെ പല ഡിസ്കവറീസും നമ്മളുടെ ജീവിതത്തെ അല്ലെങ്കിൽ വർക്കിനെ, നമ്മളുടെ കളികളെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Computers may be roughly divided into 5 generations in terms of technological advancements over time. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന്റെ ജനറേഷൻസിനെ 5 ആയിട്ട് കണക്കാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ ഓരോ ജനറേഷനിലും വരുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് വെച്ചിട്ട്, ടെക്നോളജിയിൽ വരുന്ന വ്യതിയാനങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റുകൾ വെച്ചിട്ട് നമ്മുടെ ജനറേഷൻസിനെ 5 ആയിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത്. നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ജനറേഷൻ
അതാണ് നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ജനറേഷൻ 1940-നും 1956 ഇടയിലുമാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ വാക്യൂം ട്യൂബ് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാക്യൂം ട്യൂബ്. നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. നമ്മളുടെ ഒരു ബൾബ് പോലെ ഇരിക്കുന്ന സംഭവമാണ് കേട്ടോ വാക്യൂം ട്യൂബ് എന്ന് പറയുമ്പോൾ. സെക്കൻഡ് പോയിന്റ്, അതിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, അൺറിലയബിൾ. എന്താണ് റിലയബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസനീയമാണ്. അപ്പൊ അൺറിലയബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് വാക്യൂം ട്യൂബ്സിനെ വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്യൂം ട്യൂബ്സ് ബൾബ് പോലെ ഇരിക്കുന്ന സംഭവമാണ്. ഈ ബൾബ് പോലെ ഇരിക്കുന്ന സാധനം ഒരുപാട് ഹീറ്റ് ഇങ്ങനെ കത്തിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വാക്യൂം ട്യൂബും എന്താവും, ഓൺ ആവും. അപ്പൊ ഈ സാധനം കത്തുമ്പോൾ ഒരുപാട് ഹീറ്റ് എമിറ്റ് ആവും. ഒരുപാട് ചൂട് എമിറ്റ് ചെയ്ത് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഈ ഇത്രയും ചൂട് എമിറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ബൾബ് കണക്കിരിക്കുന്ന സാധനം എന്ത് ചെയ്യും, പൊട്ടും. അങ്ങനെ പൊട്ടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുമോ, റിസൾട്ട് കിട്ടുമോ? അപ്പൊ റിസൾട്ട് കൃത്യമായി തരാത്ത ഒരു ഡിവൈസ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, വാക്യൂം ട്യൂബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാക്യൂം ട്യൂബിനകത്ത് ഈ മേൽപ്പറഞ്ഞ ഇനിയാക്ക് എന്ന് പറയുന്ന ഡിവൈസിനകത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനകത്ത് നമ്മൾ വാക്യൂം ട്യൂബ് മാത്രമല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് കുറേ ചെറിയ ചെറിയ ഡിവൈസുകളും ഉണ്ടാവും. അതൊരെണ്ണം ചീത്തയായി പോയാലും എന്ത് പറ്റും, നമുക്ക് കിട്ടുന്ന റിസൾട്ട് തെറ്റാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും വാക്യൂം ട്യൂബ്സിനെ റിലേ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. അത് തരുന്ന ഉത്തരം കറക്റ്റ് തന്നെയാണ് എന്നുള്ളത് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് അൺറിലയബിൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല വാക്യൂം ട്യൂബ് എന്ന് പറയുന്നത് ഭയങ്കര സൈസ് കൂടിയ ഒരു സാധനമാണ് കേട്ടോ. ഒരു മുറിയുടെ അത്രയൊക്കെ വേണം, 2 മുറി കിടക്കണം, എന്നാലാവും നമുക്ക് വാക്യൂം ട്യൂബിനെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, സപ്പോർട്ട്സ് ഓൺലി മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് 2 നമ്പേഴ്സ് ആണ് കേട്ടോ, 0 and 1. ഈ 0യും 1ഉം വെച്ചാണ് മെഷീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെഷീൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ പറ്റിയിരുന്നില്ല. അടുത്ത ടു മച്ച് എക്സ്പെൻസീവ്. ശരിയാണ്, ഇത്രയും ഡിവൈസസ് വാങ്ങണം, ഇത്രയും വിലയുള്ള വാക്യൂം ട്യൂബ്സ് വാങ്ങിച്ച് അതിനെ ഫിറ്റ് ചെയ്യണം, ആൾക്കാർക്ക് കൂലി കൊടുക്കണം, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇൻഡ്യൂസ് എ ലോട്ട് ഓഫ് ഹീറ്റ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ഇത്രയും വാക്യൂം ട്യൂബും കൂടെ ഒരുമിച്ച് കത്തിച്ച് വയ്ക്കുമ്പോൾ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും, ചൂട് ജനറേറ്റ് ചെയ്യും. അത് നെഗറ്റീവ് സൈഡാണ്. ഡിവൈസ് വിത്ത് സ്ലോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇത് ഇത്രയും കത്തിച്ച് ഓപ്പണായി വന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പതുക്കെ ഇൻപുട്ട് കൊടുക്കാനും പറ്റുള്ളൂ. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും വളരെ സ്ലോ പ്രോസസ് ആയിരിക്കും. അപ്പോൾ സ്ലോ ആയിട്ടുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും. ലാർജ് സൈസ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു 2 വലിയ മുറി തന്നെ വേണം അതിൻ്റെ ഇൻസുലേഷൻ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സൈസ് ഏരിയ വേണം. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊന്നും ആ കാലഘട്ടത്തിൽ ഒരിക്കലും ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഈ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളായിരുന്നു മെയിൻലി ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിനുശേഷം AC ആണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ് കേട്ടോ. AC എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. AC ടെക്നിക്കാണ് അവർ ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ നോൺ പോർട്ടബിൾ. നമുക്ക് ആവശ്യാനുസരണം എടുത്തു മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല. നോൺ പോർട്ടബിൾ ആണ്, അത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ മാറ്റിയെടുത്ത് വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോകും, പറ്റത്തില്ല. അപ്പോൾ നോൺ പോർട്ടബിൾ. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സിൽ അവർ പറയുന്നത്. ഇനി എക്സാമ്പിൾസിലേക്കാണ് കേട്ടോ നമ്മൾ കിടക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇനിയാക്ക് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുമ്പ് ഈ ടൈമിൽ പറഞ്ഞിരുന്നു. ഇനിയാക്ക് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനെയുള്ളതിനൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. എഡ്വാക് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ വരുന്നതാണ്. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് എഡ്വാക്കിന്റെ ഫുൾ ഫോം. അടുത്തത് യൂണിവാക്, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ, അതാണ് യൂണിവാക് എന്ന് പറയുന്നത്. അടുത്തത് IBM 701 ആൻഡ് IBM 650. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് നെയിം 2 എക്സാമ്പിൾസ് ഫോർ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എഴുതാൻ പറ്റണം. വാട്ട് ഈസ് ഇനിയാക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഫുൾ ഫോം ഫോർ ഇനിയാക്ക് എന്ന് ചോദിച്ചാലും വൺ വേർഡ് ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ ഈ ഒരു സംഭവം പഠിച്ചു വെക്കുക. ഈ ഒരു ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് മിനിമം 5 മാർക്കിന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. വലിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിലപ്പോൾ 5-നായിരിക്കും, ചിലപ്പോൾ 10 മാർക്കിനായിരിക്കും. ഡിപ്പെൻഡിങ് ആണ്, 2-നും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ആകെ ചെയ്യേണ്ടത്
ഈ ടേബിൾ അതുപോലെ അങ്ങ് പഠിച്ചു വയ്ക്കുക, എഴുതുക. ഓക്കെ, സെക്കൻഡ് വൺ. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും കേട്ടോ, ഇതിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കാണാതെ പഠിക്കണമെന്ന്. ശരിയാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ വരുന്നതെല്ലാം എന്താണ് ബ്രീഫ് ക്വസ്റ്റ്യൻസിലും അല്ലെങ്കിൽ 10 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലിൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടു കാണുമല്ലോ അല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ജനറേഷനിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ജനറേഷനാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നോക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ചെക്ക് ചെയ്യാം. 1956 കാലഘട്ടം തൊട്ട് 1963 കാലഘട്ടം വരെയാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് എന്തായിരുന്നു, എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഡിവൈസസിനെ ക്രിയേറ്റ് ചെയ്തത്? വാക്യൂം ട്യൂബ് എന്ന് പറയുന്ന ഡിവൈസിനെ വെച്ചിട്ടായിരുന്നു നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത്, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് വാക്യൂം ട്യൂബിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പിക്ചറിൽ കാണാൻ പറ്റും ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് കേട്ടോ. അപ്പോൾ ട്രാൻസിസ്റ്റർ ആ ഒരു പിന്നെ സ്ട്രക്ചറിലിരിക്കുന്ന ഒരു സംഭവമാണ്. ഇനി സെക്കൻഡ് പോയിന്റ്, ഡിപ്പെൻഡബിൾ ഇൻ കമ്പാരിസൺ ടു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. നമുക്ക് ഈ ഇതിന്റെ താഴെ പറയുന്ന എല്ലാ പോയിന്റുകളും അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നതെല്ലാം നമുക്ക് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുമായിട്ട് എന്താ പറയുക കമ്പയർ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് തന്നെയാണ്. ഇനി കമ്പാരിസൺ ആണ് കേട്ടോ നടക്കാൻ പോകുന്നത്. സ്മോളർ സൈസ് ആസ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ സൈസിലാണ് ആര് വന്നുകൊണ്ടിരുന്നത്, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വന്നുകൊണ്ടിരുന്നത്. സെക്കൻഡ് അടുത്ത പോയിന്റ്, ഇൻഡ്യൂസ് ലോവർ ഹീറ്റ് ആസ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹീറ്റ് വളരെ ലോവർ ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. കാര്യം എന്താണ്, അവിടെ വാക്യൂം ട്യൂബ്സ് ഇല്ല. അപ്പോൾ എന്ത് പറ്റി, ഹീറ്റ് റെഡ്യൂസ് ചെയ്തു, കുറഞ്ഞു തുടങ്ങി. മൂന്നാമത്തെ പോയിന്റ്, യൂസ്ഡ് ലെസ് ഇലക്ട്രിസിറ്റി വെൻ കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് കൂടുതൽ ഇലക്ട്രിസിറ്റി വേണം, കാരണം ഇത്രയും വാക്യൂം ട്യൂബും ബാക്കി ചെറിയ ചെറിയ ഡിവൈസുകളൊക്കെ ഓടിക്കൊണ്ടിരിക്കുക, അപ്പോൾ ഒരുപാട് ഇലക്ട്രിസിറ്റി വേണം. പക്ഷേ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വന്നപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കുറഞ്ഞു തുടങ്ങി. അടുത്ത പോയിന്റ്, മോർ പവർഫുൾ ദാൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വളരെയധികം പവർഫുൾ ആണ്. അടുത്തത്, സ്റ്റിൽ വെരി കോസ്റ്റ്ലി. അടുത്ത പോയിന്റ് എന്ത് പറയാൻ പറ്റും, ഇത്രയൊക്കെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇലക്ട്രിസിറ്റി കുറവാണ്, ഹീറ്റ് കുറവാണ്, മറ്റേ സൈസ് വളരെ കുറവാണ്, ഇതൊക്കെ ആണെങ്കിലും സ്റ്റിൽ പൈസ കുറച്ച് മുടക്കിയാൽ മാത്രമേ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം ട്രാൻസിസ്റ്ററിന് പൈസയുണ്ട്, അതുകൊണ്ട് അത്ര ചീപ്പല്ല. പിന്നെ AC ടെക്നിക്ക് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരുന്നത്, ഓൾട്ടർനേറ്റീവ് കറണ്ട് ആ പാറ്റേൺ തന്നെയാണ് അവർ ഇവിടെയും യൂസ് ചെയ്തിരുന്നത്. അടുത്തത്, സപ്പോർട്ട് ബോത്ത് മെഷീൻ ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. ഇവിടെ നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരികയാണ്, അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സും എന്ത് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, മെഷീൻ ലാംഗ്വേജ് മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സും മെഷീൻ ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ ഒരു സംഭവം കൂടെ എക്സ്ട്രാ യൂസ് ചെയ്തു, അതിനെ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയും. അതായത് നമ്മൾ വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ലെറ്റ് അല്ലെങ്കിൽ മൂവ്, അതല്ലെങ്കിൽ ആഡ്, 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് സിംബോളിക് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് പറയാം. അതിനെയാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. IBM 1620, IBM 7094, CDC 1604, CDC 3600, UNIVAC 1108. ഇതെല്ലാം സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി തേർഡ് ജനറേഷൻ. അപ്പോൾ നമ്മൾ തേർഡ് ജനറേഷനിൽ ഇയർ ആദ്യം നോക്കുക. 1964 കാലഘട്ടം തൊട്ട് 1971 കാലഘട്ടം വരെയാണ് നമ്മൾ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓർത്തിരിക്കുക, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് വാക്യൂം ട്യൂബ്സിന്റെ ഹെൽപ്പോട് കൂടിയും സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്തത് ട്രാൻസിസ്റ്ററിന്റെ ഹെൽപ്പോട് കൂടിയും തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് IC ചിപ്പുകളുടെ ഹെൽപ്പോട് കൂടിയിട്ടുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് ഫസ്റ്റും സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. കാര്യം ഇറ്റ് ഈസ് മോർ റിലയബിൾ ആൻഡ് ഫാസ്റ്റർ. ശരിയാണ്, റിലയബിൾ മീൻസ് വിശ്വസനീയത, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്, കൃത്യമായിട്ട് വർക്ക് ചെയ്യും, റിസൾട്ട് തരും. അപ്പോൾ അത്രയും വിശ്വസിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്ന ഒരു ഡിവൈസുമാണ് എന്താന്ന് പറയുന്നത്, IC ചിപ്പുകൾ എന്ന് പറയുന്നത്. സ്മോളർ ഇൻ സൈസ്, ട്രാൻസിസ്റ്ററിനെയും അതുപോലെ തന്നെ വാക്യൂം ട്യൂബിനെയും കമ്പയർ ചെയ്യുമ്പോൾ സൈസ് വളരെ ചെറുതാണ് ആർക്ക്, IC ചിപ്പുകൾക്ക്. അതുപോലെ തന്നെ ഇൻഡ്യൂസ് ലെസ് ഹീറ്റ്, IC ചിപ്പുകളെയും
ട്രാൻസിസ്റ്ററിനെയും അതുപോലെ തന്നെ വാക്യൂം ട്യൂബിനെയും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഹീറ്റ് എമിറ്റ് ചെയ്യുന്നത്, ഹീറ്റ് പുറപ്പെടുവിക്കുന്നത് വളരെ കുറവാണ്. ശരിയല്ല, വാക്യൂം ട്യൂബൊക്കെ വളരെ ലാർജ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് ചൂട് പുറപ്പെടുവിപ്പിക്കും. വാക്യൂം ട്യൂബിനേക്കാളും കുറച്ച് ചൂട് മാത്രമേ ആര് പുറപ്പെടുവിപ്പിക്കുകയായിരുന്നുള്ളൂ, ട്രാൻസിസ്റ്റർ പുറപ്പെടുവിപ്പിക്കുകയായിരുന്നുള്ളൂ. അതിനേക്കാളും ചൂട് കുറവാണ് ആർക്ക്, IC ചിപ്പുകൾക്ക് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ലെസർ മെയിൻ്റനൻസ്, ശരിയല്ലേ? മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്ററിനെയും വാക്യൂം ട്യൂബിനെയും കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ്റനൻസ് ചാർജ് വളരെ കുറവാണ്. അതായത് മുമ്പോട്ട് കൊണ്ടുപോകാൻ, ആ സിസ്റ്റം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ചാർജസ് ഒക്കെ വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു സാധനം അടിച്ചു പോയാലും അധികം പൈസയൊന്നും ആവത്തില്ല, നമ്മൾ വാങ്ങിച്ചൊക്കെ വയ്ക്കാം. അടുത്തത് സ്റ്റിൽ കോസ്റ്റ്ലി. ഇതൊക്കെയാണെങ്കിലും പൈസ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജി ഏതാണ്? AC എന്ന് പറയുന്ന സംഭവമാണ്. അപ്പൊ AC എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയുന്ന സംഭവമാണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് കൺസ്യൂംഡ് ലെസർ ഇലക്ട്രിസിറ്റി. ഈ പക്ഷേ മറ്റേ ഫസ്റ്റും സെക്കൻഡും ജനറേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി വളരെ കുറച്ച് മതി. അതുപോലെ തന്നെ സപ്പോർട്ട് ഹൈ ലെവൽ ലാംഗ്വേജ്, ഇവിടെ പുതിയൊരു സംഭവം കയറി വന്നു കേട്ടോ, ഹൈ ലെവൽ ലാംഗ്വേജ്. മറ്റിടത്ത് മെഷീൻ ലാംഗ്വേജും അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിരുന്നു. ഇവിടെ ഹൈ ലെവൽ ലാംഗ്വേജ്, ശ്രദ്ധിക്കുക കേട്ടോ. ഹൈ ലെവൽ ലാംഗ്വേജ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പൈതൺ, PHP, ജാവ, C#, അങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജസിനെയാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം IC ചിപ്പുകൾ വെച്ച് ഉണ്ടാക്കിയ കമ്പ്യൂട്ടേഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഇതിന്റെ എക്സാമ്പിൾസ്, നമുക്ക് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. IBM 360 സീരീസിൽ വരുന്ന കമ്പ്യൂട്ടേഴ്സ്, ഹണിവെൽ 6000 സീരീസിൽ വരുന്ന കമ്പ്യൂട്ടേഴ്സ്, PDP പേഴ്സണൽ ഡേറ്റ പ്രോസസ്സേഴ്സ്, അതുപോലെ IBM 370 അഥവാ 168 അല്ലെങ്കിൽ TDC 316. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കമ്പ്യൂട്ടേഴ്സ് എല്ലാം എന്തിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും? തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്രയും പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ ടീച്ചേഴ്സുമായി വിളിച്ചിട്ട് ക്ലാരിഫൈ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 9388850850. താങ്ക് യു.